ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു പേപ്പർ ഗണ്ണുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനാവശ്യമായ വസ്തുക്കൾ ഇവയൊക്കെയാണ്. ഇനി നമുക്ക് പേപ്പർ ഗൺ നിർമ്മിക്കാം. ഓക്കെ, അതിനാദ്യമായി ഇത്തരത്തിൽ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. ഇനി സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഫെവി സ്റ്റിക്കോ ഇതുപോലെ മറ്റെന്തെങ്കിലുമോ യൂസ് ചെയ്ത് ഈ വിധം പേപ്പർ ഷീറ്റ് ചുരുട്ടിയെടുക്കാം. ഉള്ളിലെ സിലിണ്ടർ പുറത്തെടുത്ത ശേഷം ഷീറ്റിന്റെ എൻഡ് ഗ്ലൂ യൂസ് ചെയ്ത് ഈ വിധം ഒട്ടിക്കാം. മറ്റൊരു A4 ഷീറ്റ് എടുത്ത് അതിന്റെ ഒരെൻഡ് ഈ വിധം ഓൾറെഡി നമ്മൾ നിർമ്മിച്ച റോളുമായി ചേർത്തൊട്ടിക്കുക. എന്നിട്ട് വീണ്ടും റോൾ ചെയ്തെടുക്കുക. ഉള്ളിലെ ഫെവി സ്റ്റിക്ക് പുറത്തെടുത്ത ശേഷം എൻഡ് പോർഷൻ ഗ്ലൂ യൂസ് ചെയ്ത് റോൾ ചെയ്ത പോർഷനുമായി ഒട്ടിക്കുക. ഇനി ഇതുപോലെ മറ്റൊരു റോൾ കൂടി നിർമ്മിക്കുക. അടുത്തതായി ഇതിലൊരു പേപ്പർ റോളിനെ സിസർ യൂസ് ചെയ്ത് രണ്ട് ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യുക. ഇനി ഈ രണ്ട് പോർഷനെയും ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് പരസ്പരം ഈ വിധം ബന്ധിപ്പിക്കണം. വളരെ വേഗം ഒട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. ഇനി മറ്റൊരു A4 ഷീറ്റ് എടുത്ത് അതിനെ ഈ വിധം ഒരു പെൻസിലിന്റെ കനത്തിൽ ചുരുട്ടിയെടുക്കുക. എൻഡ് പോർഷൻ ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിക്കുക. ഇനി ഇത് മാറ്റിവെക്കാം. മുൻപ് കട്ട് ചെയ്തു വെച്ച ഈ പോർഷനെ ഒരിക്കൽ കൂടി ഈ വിധം ചരിച്ച് കട്ട് ചെയ്യുക. ഇനി ഈ റോൾ എടുത്ത് അതിന്റെ കുറച്ചു ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിനെ ഈ പോർഷനുമായി ബന്ധിപ്പിക്കാം. അതിനായി ഗ്ലൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ വിധം നമ്മുടെ പേപ്പർ ഗണ്ണിന്റെ ബോഡി റെഡിയായി കഴിഞ്ഞു. ഇനി മാറ്റിവെച്ച ചെറിയ റോൾ എടുത്ത് അതിൽ സ്കെയിൽ യൂസ് ചെയ്ത് 12 സെന്റിമീറ്ററും അതിനുശേഷം 5 സെന്റിമീറ്ററും മാർക്ക് ചെയ്യാം. സിസർ യൂസ് ചെയ്ത് ഈ രണ്ട് പോർഷൻസും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ രണ്ട് റൗണ്ട് പേപ്പർ പീസ് എടുത്ത് അതിനെ ചെറിയ പോർഷന്റെ രണ്ട് എൻഡിലുമായി ഒട്ടിക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച അടുത്ത പോർഷൻ എടുക്കുക. അല്പം ലെങ്ത് ഉള്ളൊരു റബ്ബർ ബാൻഡ് എടുത്ത് ഈ വിധം പ്ലേസ് ചെയ്യുക. ഒരെൻഡ് ഇളകിപ്പോകാതിരിക്കാൻ ട്രാൻസ്പെറന്റ് ടേപ്പ് യൂസ് ചെയ്ത് ചുറ്റി ഒട്ടിക്കുക. മറുവശത്ത് ഇതുപോലെ ഗ്ലൂ തേച്ച് ഒരു റൗണ്ട് പേപ്പർ പീസ് ഒട്ടിക്കാം. മറുവശത്ത് ഒരിക്കൽ കൂടി ട്രാൻസ്പെറന്റ് ടേപ്പ് ക്രോസ് ആയി ഒട്ടിച്ചു കൊടുക്കാം. കാരണം എന്തെന്നാൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ച ചെറിയ പോർഷൻ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ വിധം ചെറിയ പോർഷനിൽ ഗ്ലൂ തേച്ച് അതിനെ ഈ പോർഷനുമായി ബന്ധിപ്പിക്കാം. ഇപ്പോൾ പേപ്പർ ഗണ്ണിന്റെ പ്രധാന ഭാഗങ്ങൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പോലെയുള്ള പോർഷനെ ഈ വിധം ഇതിനുള്ളിലേക്ക് കടത്താം. റബ്ബർ ബാൻഡ് താഴേക്ക് അല്പം വലിച്ച് മറുവശത്ത് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പേപ്പർ ഗൺ പൂർണ്ണമായും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.
ഇനി ഈ വിധം പേപ്പർ ബുള്ളറ്റുകൾ നിർമ്മിച്ച് പേപ്പർ ഗണ്ണിലൂടെ പുറത്തേക്ക് പായിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഈ ഒരു ക്രാഫ്റ്റ് വീട്ടിൽ ചെയ്തു നോക്കുക. മാത്രവുമല്ല, നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റിന്റെ ഫോട്ടോസ് ഞങ്ങളുമായി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്രാഫ്റ്റുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.